നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുഖാണോ സഞ്ജു? സഞ്ജന എന്താ ഇവിടെ? ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ഒറ്റയ്ക്കാ. ഇപ്പൊ ഹസ്ബൻഡ് ഒപ്പം ഉണ്ടാകേണ്ടതാണ്, പക്ഷെ എന്റെ വിധി അത് നടന്നില്ല. നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു. സാരമില്ല. പക്ഷേ ഒരു കാര്യം പലരും മറന്നുപോകും. ഒരു പെണ്ണ് വധുവായി ഒരുങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് വലതുകാല് വെച്ച് കയറുന്നത് ഒരുപാട് സ്വപ്നങ്ങളോടെയാ, ഒത്തിരി പ്രതീക്ഷകളോടെയാ. ആ സ്വപ്നങ്ങള് ഒരു നിമിഷം തകർത്തെറിയാന്ന് പറഞ്ഞ ഒരു പെണ്ണും അത് സഹിക്കില്ല. അവളുടെ സ്വപ്നങ്ങൾ യാതൊരു ദയയുമില്ലാതെ തകർത്തെറിഞ്ഞവരോട് അവൾ ഒരിക്കലും പൊറുക്കുകയുമില്ല. അങ്ങനെ ഏതൊരു പെണ്ണിന്റെ ആയാലും കണ്ണീരിൽ കെട്ടിപ്പൊക്കിയ ദാമ്പത്യ ബന്ധങ്ങളൊന്നും അധികകാലം നിലനിന്നിട്ടുമില്ല. എന്നെ കല്യാണ മണ്ഡപത്തിൽ നാണം കെടുത്തിയവര് ഇപ്പൊ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? പറയ്. അതിനുശേഷം അവർക്ക് ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സഞ്ജു എന്താ ഒന്നും പറയാത്ത? സഞ്ജന എന്നെ കുറ്റപ്പെടുത്തതല്ലേ? കേൾക്കട്ടെ. എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ട് പോയ സഞ്ജുവിന്റെ ജീവിതത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നുണ്ട്. ആദ്യം താലി കെട്ടിയ പെണ്ണ് ഒരു വശത്ത്, രണ്ടാമത് കൊട്ടും കുരവയും ആർപ്പുവിളികളോടെ വിവാഹം കഴിച്ച മറ്റൊരുത്തി മറുവശത്ത്. ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ ഒരുത്തി തേനും പാലും ഊട്ടാൻ നടക്കുന്നു. അല്ല, ഇത് എന്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് മറ്റൊരുത്തി അധികാരം സ്ഥാപിക്കാൻ നിൽക്കുന്നു. ഇതിന് നടുക്ക് എന്താ വേണ്ടെന്നറിയാതെ ഭർത്താവിന്റെ വേഷം കെട്ടി സഞ്ജു. അല്ല, ഇനി ജീവിതത്തില് സഞ്ജുവിന് എങ്ങനെ സ്വസ്ഥത കിട്ടാനാ? പിന്നെ സഞ്ജുവിന്റെ സ്വാതിയുടെയും കല്യാണം നടത്താനും എന്നെ പുറത്താക്കാനും നടന്ന ലക്ഷ്മിയുടെ അവസ്ഥ ഇപ്പൊ എന്തായി? പറ. തലയ്ക്ക് സുഖമില്ലാതെ ആ വീട്ടിൽ സ്ഥിരം ശല്യമായി അലയല്ലേ? നോക്കിക്കോ, എന്നെ ചതിച്ച ആ ലക്ഷ്മി ഇനി മുഴുഭ്രാന്തിയായി ഒടുവിൽ തെരുവിൽ അലയും. ആഹാ, കണ്ടോ? അപ്പൊ ഭാര്യമാരുടെ സ്നേഹം ലക്ഷ്മിയോടോ? അവള് പറഞ്ഞപ്പോ സഞ്ജുവിന്റെ ദേഷ്യം കണ്ടോ? ആരെ സ്നേഹിക്കണം സ്നേഹിക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ അതിൽ ഇടപെടണ്ട. ഈ അവസരം മുതലെടുക്കാനാണ് നിന്റെ മമ്മിയുടെ ശ്രമമെങ്കില് അത് നടക്കില്ല. നിങ്ങളവിടെ ചെയ്തു കൂട്ടിയൊന്നും ഞാൻ മറന്നിട്ടില്ല. മേലിൽ നീ ഇക്കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. വന്നാ അമ്മയും മോള് ഈ നാട്ടിൽ നിന്ന് നല്ല രീതിയിൽ തിരിച്ചു പോവില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. അത് ഓർമ്മയിരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.